ഹലോ ഗായ്സ്, അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ കുറേ ദിവസം കൊണ്ട് ചെയ്തെടുത്ത ക്രോഷ്യ പ്രൊജക്ട്സ്. ഇതൊക്കെയാണ് അത്. കുറേ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞു തരാം. ഇതാണ് എൻ്റെ ഫസ്റ്റ് പ്രൊജക്റ്റ്. ഇത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല, കാരണം അതിൻ്റെ സ്റ്റിച്ചസൊക്കെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കുറേ സ്ഥലങ്ങളൊക്കെ വരുന്നതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട്. പിന്നെ ഒരാളെ ഫസ്റ്റ് പ്രൊജക്റ്റ് ആയതുകൊണ്ട് എനിക്കിത് നല്ല പോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഇഷ്ടപ്പെട്ടു പറഞ്ഞു. പിന്നെ അത് ഒരു എന്താ പറയുക, ഷൂ പാറ്റേൺ ആണ്. അത് ഞാൻ പകുതിക്ക് ചെയ്തിട്ട് എടുത്ത് വെച്ചതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. പിന്നെ ഞാൻ ചെയ്തത് ഒരു ഹെയർ ബോ ആണ്. ഇത് രണ്ടും ഒരേ ടൈമിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രണ്ടും ഞാൻ ഒരേ ടൈമിലാണ് ചെയ്തത്. പിന്നെ ഒരു കോസ്റ്ററാണ്, റെഡ് ആൻഡ് ബ്ലൂ തീമിലാണ് ഇത് വരുന്നത്. ഇത് ഞാൻ അത്യാവശ്യം കുറേ ടൈം എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ കുറേ ഇതുണ്ടായിരുന്നു, ഇതിന് മിസ്റ്റേക്സുകൾ പറ്റിയിട്ടുണ്ടായിരുന്നു, കണ്ടോ. പിന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ബാഗാണ്. ഈ ബാഗാണ് എനിക്ക് എൻ്റെ ഫേവറേറ്റ് ബാഗ്. കാരണം ഇതിൽ കുറേ നല്ല സ്റ്റിച്ചസ് വന്നിട്ടുണ്ടായിരുന്നു. മറ്റേ ബാഗിനെ വെച്ച് നോക്കുമ്പോൾ നല്ല സ്റ്റിച്ചസും നല്ല പെർഫെക്ഷനും വന്നിട്ടുള്ളത് ഈ ഒരു ബാഗിനാണ്. പിന്നെ ഞാൻ ഇതിൻ്റെ പിടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ ഈ ഒരു സർക്കിളായിരുന്നു. ഇത് ഗ്രാനി സ്ക്വയർ പോലെയാണ് ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷെ വന്നത് ഒരു സർക്കിളായിരുന്നു. അതുകൊണ്ട് അവിടെ ഇവിടെ ആയിട്ട് കുറേ ഇതുണ്ട് എനിക്ക്. പിന്നെ ഈ ഒരു സ്ക്വിഷിയായിരുന്നു. ഇതിൽ കുറേ ഇതുണ്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ചെവിയൊന്നും മര്യാദക്കല്ല. അതുകൊണ്ട് എനിക്കിത് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ ഇതിട്ട് ഞെക്കി കളിക്കാനും ഒക്കെ നല്ല രസമാണ്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമായി. പിന്നെ ഈ ഒരു കോസ്റ്റർ ആയിരുന്നു. ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ലൊരു കളറായിട്ടായിരുന്നു ഇത് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത് ബൊക്കയുടെ കൂടെ ചെയ്യാനുള്ള കുറച്ച് റോസസ് ആയിരുന്നു. ഇതൊക്കെ അത്യാവശ്യത്തിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നൊരു റോസാണ്. പക്ഷേ എന്നാലും ഞാനത് ബൊക്കയ്ക്ക് വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ മാറ്റി. പിന്നെ ഒരു ബൊക്കയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്, വേറൊരു ഇതാണ്. പിന്നെ അതിന് ഞാൻ പെറ്റൽസ് ഞാൻ സ്വന്തം ഐഡിയയിൽ ചെയ്തിട്ടുള്ളൊരു പെറ്റൽസാണ്. ഇങ്ങനെ ആക്കാൻ പറ്റിയ പെറ്റൽസ്. ഞാനിത് മടക്കി കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഇത് മടക്കി കഴിഞ്ഞാൽ വരുന്നൊരു ഇത്. അപ്പോൾ ഇതിന് അത്യാവശ്യം ടൈമൊക്കെ എടുത്തിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് എനിക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതായിരുന്നു എൻ്റെ ഒരു ബാഗ്. ഇത് സർക്കിൾ കൊണ്ട് ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയ ഒരു ബാഗിൽ നിന്ന്, അത് വിത്ത് സർക്കിൾ കൊണ്ട്. അതുകൊണ്ട് ഒരു കുഞ്ഞ് ബോ സൈഡിലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഒരു മടി കൊണ്ട് ഞാനൊരു കുഞ്ഞ് ബോ ആണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇത് ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ബാഗായിരുന്നു. പിന്നെ ഞാൻ ഏറ്റവും വലുതായിട്ട് ചെയ്തത് ഇത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൊരു വലിയ കോസ്റ്ററാണ്. അത്യാവശ്യം ടൈം എടുത്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെയായിട്ട് ചെയ്തതായിരുന്നു. കുറേ ദിവസം എടുത്തിട്ടായിരുന്നു ചെയ്തത്. പിന്നെ ഇത് ഞാൻ ഈദിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു ബാഗായിരുന്നു. ഇതും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അതിൻ്റെ ബാക്കിലായിട്ട് കുറേ ഞാൻ കൊളാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ ബാക്കിൽ എല്ലാതും കൊളാക്കിയിട്ടാണ് ഇട്ടുള്ളത്. പക്ഷേ എനിക്ക് മറ്റേ ഭാഗം ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇപ്പോൾ തോന്നുന്നത് ഓറഞ്ച് കളറ് കൊടുക്കണ്ടേന്നതായിരുന്നു. പക്ഷെ എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനത്തെ ഒരു ബാഗാണിത്. അപ്പോൾ എല്ലാവർക്കും. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളത് ഒരു സർക്കിളായിരുന്നു. അത് ഹയാക്ക് ബൊക്കയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് പകുതിയായിട്ട് ചെയ്തിട്ടുള്ളൂ. അങ്ങനെയായിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ കുറേ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനത്തെ ഒരു കളറിലാണ് ഞാൻ ഇത് ചെയ്തത്.